ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 333. നമ്മളിന്ന് നോക്കുന്ന കാണ്ഡം 7 അനുഭാഗം 5 സൂക്തം 56. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ മന്ത്രം പാമ്പിനെ പറ്റിയും പാമ്പിൻ്റെ വിഷത്തെപ്പറ്റിയും തേളിൻ്റെ വിഷത്തെപ്പറ്റിയെല്ലാമാണ് പറയുന്നത്. ഇത് അഥർവവേദവുമാണ്. അതിനെ ചികിത്സിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം മുമ്പ് തന്നെ നമുക്കറിയാം അഥർവവേദത്തിലെ മരുന്നുകളെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം മുമ്പ് തന്നെ നമുക്കറിയുന്നതാണ് അഥർവവേദത്തിൽ പല ചികിത്സകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടിട്ടുണ്ട്. ആ വരികൾക്കെല്ലാം ശരിയായ അർത്ഥമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വരികളുടെ അർത്ഥം മനസ്സിലാക്കി തന്നെയാണ് ഇന്ന് ആയുർവേദം എല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ വരികൾക്കെല്ലാം അർത്ഥമുണ്ടെങ്കിൽ മറ്റുള്ള വരികൾക്കൊന്നും അർത്ഥമില്ലാൻ പാടില്ല എന്ന് നമ്മൾ ധരിക്കുമ്പോൾ അത് നമ്മുടെ അജ്ഞതയാണ്. എന്തുകൊണ്ടാണ് മറ്റുള്ള വരികൾക്കൊന്നും അർത്ഥമില്ല എന്ന് പറയുന്നത്? കാരണം അത് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിനൊന്നും അർത്ഥമില്ല, വെറുതെ ചൊല്ലാനുള്ളതാണ്. അതെന്തല്ലോ ഭീകരമെല്ലാമാണ്, മനുഷ്യനെ എന്തെല്ലോ ആക്കിക്കളയുന്നതാണ് എന്നെല്ലാം ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയതാണ്. ആയുർവേദ വരികൾക്കല്ല അർത്ഥം, നമുക്ക് മനസ്സിലാകാൻ പാടില്ല, അതിന് അർത്ഥമില്ല, അതെന്തല്ലോ ഭീകര സംഗതികളാണ്. പക്ഷെ എന്താ ഉള്ളത്? നമ്മൾ കാണുന്നത് എന്താണ്? അതിൽ ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം ഉണ്ട്. ഇപ്പം ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും അന്നത്തെ കാലത്ത് ഈ വ്യാഖ്യാനിക്കുന്ന ആൾക്കാർ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ വേദം എഴുതിയ സമയമല്ല, കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സയൻസ് ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ മനുഷ്യർ വായിച്ചു നോക്കിയപ്പോൾ അവർക്ക് അതിനൊന്നും ഒരു അർത്ഥവും കിട്ടിയില്ല, ഒരു പിടിയും കിട്ടിയില്ല. എല്ലോ ചുമ്മാ അഗ്നി വായു എന്നെല്ലാം പറഞ്ഞിട്ട് സ്തുതിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളാണ്, അതിനൊന്നും വലിയ അർത്ഥങ്ങളൊന്നുമില്ല. പക്ഷെ അതേസമയം അർത്ഥം മനസ്സിലാകുന്ന ഇത്തരം പാമ്പ് കടിച്ചാൽ ഇത് ചെയ്യണം, അതിൻ്റെ എല്ലാ അർത്ഥം അവർക്ക് മനസ്സിലായിട്ടുണ്ട്, അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം എന്താണ് അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ അതിന് വേറെ അർത്ഥമൊന്നുമില്ല. ഏതോ ഒരു സിനിമയിൽ കലാഭവൻ മണി പറയുന്നില്ലേ, ആ വരികൾക്കൊന്നും വലിയ അർത്ഥമൊന്നുമില്ല, ഒരു തരം മദ്യമാണ് എന്നെല്ലാം പറയുന്നത് കേട്ടില്ലേ. അതുപോലെയുള്ളൊരു വ്യാഖ്യാനങ്ങളാണ് നടത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് അഥർവവേദം. അഥർവവേദം ടെക്നോളജിയാണ്. നമുക്കൊരു സയൻസ് പുസ്തകം വായിക്കുന്നതിലും പ്രയാസമാണ് ടെക്നോളജി വായിക്കാൻ. കാരണം ഇപ്പോൾ കെമിസ്ട്രി ഫിസിക്സ് ബുക്കെല്ലാം കുറച്ചെല്ലാം വായിച്ചാലേ നമുക്ക് മനസ്സിലാവും, കാരണം നമ്മൾ ചെറുതിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ആപ്ലിക്കേഷനായ എൻജിനീയറിങ്ങോ മെഡിസിനോ എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പിടികിട്ടില്ല. കാരണം അതിൻ്റെ ആപ്ലിക്കേഷനാണത്. ആപ്ലിക്കേഷൻ കുറച്ചും കൂടിയും സയൻസ് അറിയെങ്കിലേ അതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ആദ്യം വേദങ്ങളെ അർത്ഥം മനസ്സിലാക്കണം, എന്നിട്ടാണ് അതിൻ്റെ സയൻസ് പഠിച്ചിട്ടാണ് അതെടുത്ത് ഉപയോഗിക്കുന്നത്. സയൻസ് ശരിക്കും പഠിച്ചിട്ടാണ് ആ തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്റ്റെതസ്കോപ്പ് ആയാലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായാലും എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പഠിച്ചെങ്കിലേ അതിലേക്ക് കടക്കാൻ പറ്റൂ. അതുപോലെ തന്നെയാണ് അഥർവവേദവും എൻജിനീയറിങ്ങും എല്ലാ വിഷയങ്ങളും അതിൻ്റെ അകത്തുണ്ട്. മെഡിസിനും ഉണ്ട്. മെഡിസിൻ്റെ കാര്യങ്ങൾ നമുക്ക് കുറച്ചെല്ലാം പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ വരികൾക്ക് അർത്ഥമുണ്ട് എന്നും നമ്മൾ ധരിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റുള്ള വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അതിനൊന്നും അർത്ഥമൊന്നുമില്ല, അതൊന്നും വായിച്ചേക്കരുത്, അതെല്ലാം ഭയങ്കര ഗൂഢമായ എന്തെല്ലാമാണ്, അത് വായിച്ചു കഴിഞ്ഞാൽ എന്തെല്ലോ ആയിപ്പോകുന്നെല്ലാം തട്ടിവിട്ടിട്ടുണ്ട്. അതിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല എന്തെല്ലോ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാം, എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പം സിനിമയെ തന്നെ കണ്ടിട്ടില്ല, അഥർവവേദ കൈകാര്യം ചെയ്യാം, അവൻ അഥർവവേദക്കാരനാണ്, കാരണം അവനെ സൂക്ഷിച്ചോളണം. സിനിമയിലെല്ലാം വരുമ്പോഴാണ് അവൻ അങ്ങനെയുള്ളൊരു ഭാവത്തിലാണ് വരിക. അപ്പം ഇങ്ങനെയൊരു മിഥ്യാധാരണകൾ നമ്മളിപ്പം അഥർവവേദത്തിൻ്റെ പകുതിയും കഴിഞ്ഞു. അതിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു കാര്യവും നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണുന്ന സയൻസിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പിന്നെ സയൻസ് അല്ലാതെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് സയൻസ് അല്ലാതെ പിന്നെ എന്താ പറയേണ്ടത്? നമ്മളെ കുണ്ടലിനിയിലൂടെ പോകുന്ന മറ്റെന്തോ ആണ്. കുണ്ടലിനിയിലൂടെ പറയുന്നുണ്ടെങ്കിൽ അത് സയൻസ് തന്നെ പറയുള്ളൂ. അപ്പം നമുക്ക് ഇതിലെന്താണ് പറയുന്നതെന്ന് നോക്കാം.
ഹരി ഓം. അഥർവവേദം കാണ്ഡം 7 അനുഭാഗം 5 സൂക്തം 56. ഋഷി അഥർവൻ ദേവത വനസ്പതി ബ്രാഹ്മണസ്പതി ഛന്ദസ് അനുഷ്ടുപ്പ് പങ്ക്തി. തിരശ്ചിരാജേരസിതാത് പൃതാകോ പരി സംഭൃതം തത് കങ്കപർവണോ വിഷമിയം വീരുധനി നശത് ഇയം വീരുന്മധുജാത മധുശ്ചുന്മധുല മധു സാ വിഹ്രതസ്യ ഭേഷജ്യഥോ മശകജംഭനോ യതോ ദഷ്ടം യതോ ധീതം തതസ്തേ നിർവയാമസി അഭസ്യ തൃപ്രദശിനോ മശകസ്യാരസം വിഷം അയം യോ വക്രോ വപുരുർവൃങ്കോ മുഖാനി വക്രവ്രജിന കൃണോഷി താനി ത്വം ബ്രഹ്മണസ്പതേ ഇഷീകാർഭിവ സ നമ അരസസ്യ ശർക്കാസ്യ നീചീന സ്പോർഷ സർപ്പദ വിഷം ഹ്യസാദിഷ്യഥോ ഏനമജീജഭം ന തേ ബാഹുർബലമസ്തി ന ശീർഷേ നോദ മധ്യത അധ കിം പാപയാമുയ പുച്ഛേ വിഭർഷ്യർഭകം അദന്തി ത്വാം പിപീലിക വിവൃശ്ചന്തി മയൂര്യ സർവേ ഫല ഭ്രവാധ ശാർക്കോടമരസം വിഷം യ ഉഭാഭ്യാം ഹ്രരസി പുച്ഛേന ചാസ്യേ ന ച ആസ്യേ ന തേ വിഷം കിമു തേ പുച്ഛധാവസത്. ഭാവാർത്ഥം: തിരശ്ചിരാജൻ, നാഗം, കരിനാഗം, കാകപർവൻ തുടങ്ങിയ സർപ്പവിഷങ്ങളെ മധുക എന്ന ഔഷധി നശിപ്പിക്കുന്നു. ഈ ഔഷധി മധുവിൽ നിന്നും ഉണ്ടായതിനാൽ അങ്ങനെ വിളിക്കുന്നു. ഇത് വിഷത്തെ അകറ്റുക മാത്രമല്ല, കടിച്ച വിഷജീവിയെയും നശിപ്പിക്കും. ഏത് അവയവത്തിൽ ഏൽപ്പിച്ച വിഷവും ഇത് അകറ്റും. ശേഖത്തിന്റെ വിഷവും അകറ്റും. ഈ വിഷങ്ങൾ പുരുഷന്റെ സന്ധികളുടെ ബലം നഷ്ടപ്പെടുത്തുന്നു. ആ വളഞ്ഞുപോയ അവയവ ഭാഗങ്ങളെ നേരെയാക്കുന്നു. ശാർക്കോടകൻ എന്ന നാഗത്തെ വിഷത്തോടൊപ്പം അത് നശിപ്പിക്കും. അല്ലയോ തേളെ, നിന്റെ തലയിലും ശരീരത്തിലും വാലറ്റത്തും വിഷമുണ്ടായാലും അത് ഇവനെ നശിപ്പിക്കുവാൻ പോരാ. പിന്നെ എന്തിനാണ് അല്പവിഷം ആ വാലറ്റത്ത് മാത്രം ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? ഉറുമ്പുകൾ സർപ്പത്തെ ഭക്ഷിക്കുകയും മയിലുകൾ തുണ്ടം തുണ്ടം ആക്കുകയും ചെയ്യുന്നു. ഔഷധികൾ ഈ ശാർക്കോടകന്റെ വിഷശക്തി നശിപ്പിക്കട്ടെ. വാലിൽ മാത്രം വിഷമുള്ള തേള് വാലുകൊണ്ടും മുഖം കൊണ്ടും ശത്രുവിനെ പ്രഹരിക്കുന്നു. കുറച്ച് സർപ്പങ്ങളെ, പാമ്പുകളെ എല്ലാം പറ്റിയുള്ള പേരുകൾ പറയുകയാണ്. തിരശ്ചിരാജൻ, കരിനാഗം, നാഗം, കാകപർവൻ മുതലായ സർപ്പവിഷങ്ങളെ മധുക എന്ന ഔഷധി നശിപ്പിക്കുന്നു. മധുക എന്ന ഔഷധി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പാമ്പുകളുടെ എല്ലാം വിഷം നശിപ്പിക്കാമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിൽ. ഇതിലെന്താണ് സയൻസ് അല്ലാതെ വേറെ എന്താണുള്ളത്? ഈ ഔഷധി മധുവിൽ നിന്നും ഉണ്ടായതിനാൽ അതിനെ അങ്ങനെ വിളിക്കുന്നു. മധുക എന്ന് വിളിക്കാൻ കാരണം മധുവിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത് വിഷത്തെ അകറ്റുക മാത്രമല്ല, കടിച്ച വിഷജീവിയെയും നശിപ്പിക്കും. അതായത് ഈ മരുന്ന് വിഷത്തെ ശരീരത്തിൽ നിന്ന് മാറ്റുക മാത്രമല്ല, ഈ മരുന്ന് സർപ്പത്തിന് കൊടുത്തു കഴിഞ്ഞാൽ സർപ്പം ചത്തുപോകും. അപ്പോൾ സർപ്പത്തിന് തന്നെ ചത്തുപോകുന്ന തരത്തിലുള്ള വിഷമാണ്.
ഏത് അവയവത്തിൽ ഏൽപ്പിച്ച വിഷവും അതകറ്റുക. അത് എവിടെ കടിച്ചാലും, ഇപ്പം തല കിടന്നുറങ്ങുമ്പോൾ തലയിലാണ് കടിച്ചതെങ്കിലും കാലിനാണ് കടിച്ചതെങ്കിലും എവിടെ കടിച്ചതാണെങ്കിലും ഈ മധുക എന്ന ഔഷധം വെച്ച് ഈ പാമ്പുകളുടെ വിഷമെല്ലാം അകറ്റാമെന്നാണ് പറയുന്നത്. ഇത് ശുദ്ധമായ മെഡിസിൻ്റെ വിഷചികിത്സയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഈ വരികൾക്കെല്ലാം നല്ല ശുദ്ധമായ അർത്ഥമുണ്ട്. പക്ഷേ വേദം കെമിസ്ട്രിയും ഫിസിക്സും ഒന്നും പറഞ്ഞുകൂടാ. കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം പറയുന്ന വരികൾ വരുമ്പോൾ അതിനൊന്നും അർത്ഥമൊന്നുമില്ല, അതിന് സയൻസ് ഒന്നുമില്ല. പക്ഷേ ഈ വരികൾക്കെല്ലാം സയൻസ് ആകാം, എല്ലാം അഥർവവേദമാണ്. ഇപ്പം എന്തൊരു ചിന്താഗതിയിലാണ് നമ്മൾ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഒരു അല്പബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നതെല്ലാം മണ്ടത്തരമാണെന്ന് മനസ്സിലാവും. കാരണം നമുക്ക് മനസ്സിലാകുന്ന വരികൾക്കെല്ലാം അർത്ഥമുണ്ട്, മനസ്സിലാകാത്ത വരികൾക്ക് അർത്ഥമില്ല. കാരണം കെമിസ്ട്രി ഫിസിക്സ് ഒന്നും പഠിച്ചവരാണെങ്കിലല്ലേ അത് മനസ്സിലാവും. അന്നത്തെ കാലത്തൊന്നും അതില്ലതാനും. ഏത് കാലത്ത്? വേദങ്ങൾ എഴുതിയ കാലത്തല്ല, കുറേ കാലം കഴിഞ്ഞപ്പോൾ. ശേഖത്തിൻ്റെ വിഷവും അതകറ്റും. ശേഖം എന്നതിൻ്റെ വിഷവും അകറ്റും എന്ന് പറയുകയാണ്. ഈ വിഷമേറ്റാൽ എന്താണ് സംഭവിക്കുക എന്ന് പറയുന്നു? പുരുഷന്റെ സന്ധികളുടെ ബലം നഷ്ടപ്പെടുന്നു. ശേഖത്തിൻ്റെ വിഷമേറ്റാൽ പുരുഷന്റെ സന്ധികളുടെ ബലം നഷ്ടപ്പെടും. ആ വളഞ്ഞുപോയ അവയവങ്ങളെ, അപ്പം അവയവങ്ങളെല്ലാം സന്ധികൾ വീക്കാകുമ്പോൾ അവയവങ്ങളെല്ലാം വളയാൻ തുടങ്ങും. അവയവഭാഗങ്ങളെ നേരെയാക്കും ഈ മരുന്ന്. സർക്കോടകൻ എന്ന നാഗത്തെ വിഷത്തോടൊപ്പം അത് നശിപ്പിക്കും. വേറൊരു സർക്കോടകൻ എന്ന നാഗത്തെ, വേറൊരു സർപ്പത്തിൻ്റെ കാര്യം പറയുകയാണ്. എന്നിട്ട് പിന്നെ തേളിലേക്ക് വരികയാണ്. അല്ലയോ തേളെ, നിന്റെ ശരീരത്തിലും വാലറ്റത്തും വിഷമുണ്ടായാലും, നിന്റെ തലയിലും ശരീരത്തിലും വാലറ്റത്തും വിഷമുണ്ടായാലും അത് ഇവനെ നശിപ്പിക്കുവാൻ പോരാ. തേളോട് പറയുകയാണ്, നിന്റെ തലയിലും നിന്റെ ശരീരത്തിലും നിന്റെ വാലറ്റത്തും എല്ലാം വിഷം നിറഞ്ഞു കിടക്കുകയാണെങ്കിലും ഇവനെ നശിപ്പിക്കുവാൻ അതിന് കഴിവില്ല. അതായത് മനുഷ്യരെ കൊല്ലാൻ തേളിൻ്റെ വിഷത്തിന് കഴിവില്ല. കുറച്ച് വേദന ഉണ്ടാക്കാൻ പറ്റുന്നല്ലാതെ ആളെ കൊല്ലാനൊന്നും അത് ഇതിപ്പോൾ വാലറ്റത്ത് മാത്രമായതുകൊണ്ട് കാര്യമില്ല. ശരീരം മുഴുവൻ നിന്റെ ശരീരത്തിൽ ഈ വിഷമുണ്ടെങ്കിലും അതുകൊണ്ട് വായു കൊണ്ടും എല്ലാം കടിച്ചാലും മനുഷ്യൻ ചാകാൻ പോകുന്നില്ല. അത് ഇവനെ നശിപ്പിക്കുവാൻ പോരാ. പിന്നെ എന്തിന് അല്പവിഷം വാലറ്റത്ത് കൊണ്ട് കിടക്കുന്നു? പിന്നെ എന്തിനാണ് കുറച്ചിത്തിരി ഒരു വിഷം കൊണ്ട് വാലറ്റത്ത് വെച്ച് നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അതായത് തേളിൻ്റെ വാലറ്റത്ത് കുറച്ച് വിഷം കൊടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിന്? അതിനെ കൊണ്ട് മനുഷ്യനെ ഒന്നും കൊള്ളാനൊന്നും പറ്റില്ല. പിന്നെ എന്തിനാ ഇത്? ശരീരം മുഴുവൻ ഉണ്ടായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ വാലറ്റത്ത് ഇത്രയും കൊണ്ട് എന്തിനാ നടക്കുന്നതെന്ന് ഇതെല്ലാം തേളിൻ്റെ എല്ലാം പ്രത്യേകതകൾ പറയുന്നതാണ്. ഒരു ഭംഗ്യന്തരേണ പറയുന്നതായിട്ട് കണ്ടാൽ മതി. എന്നിട്ട് പറയുകയാണ്, ഉറുമ്പുകൾ സർപ്പത്തെ ഭക്ഷിക്കും. അതിൽ വേറെ ശാസ്ത്ര തത്വങ്ങളാണ് പറയുന്നത്. സർപ്പത്തിന് വിഷമുണ്ട്, ശരി തന്നെ, അത് നമ്മൾക്ക് വിചാരിച്ചാൽ നമ്മൾ ചാവും. പക്ഷേ ഉറുമ്പ് അതിനെ തിന്നും. അപ്പോൾ ഉറുമ്പിന് ഇതൊന്നും ഒരു വിഷമേ അല്ല. നമുക്ക് വിഷമാകുന്നത് ഉറുമ്പിന് വിഷമല്ല. അതാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. ഓരോ ജീവികൾക്കും ഒന്നിൻ്റെ വിഷമം ഒരാൾക്ക് ഏൽക്കുന്നെന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്ക് അത് വിഷമാക്കണമെന്നൊന്നുമില്ല. അപ്പം ഉറുമ്പുകൾ സർപ്പത്തെ ഭക്ഷിക്കും. അപ്പോൾ സർപ്പത്തിൻ്റെ വിഷമൊന്നും ഉറുമ്പിൻ്റെ അടുത്ത് കയറി പ്രയോഗിച്ചിട്ട് കാര്യമില്ല. മയിലുകൾ തുണ്ടമാക്കുകയും ചെയ്യും. മയിലുകൾ ഈ സർപ്പത്തെ കടിച്ച് തുണ്ടമാക്കും. അതിനെ കടിച്ചാൽ അതിന് വിഷമൊന്നും ഏൽക്കാൻ പോകുന്നില്ല. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വിഷം എന്നത് എല്ലാവർക്കും വിഷമൊന്നുമല്ല. സർപ്പത്തിൻ്റെ തന്നെ വിഷം മനുഷ്യർക്ക് ഭയങ്കര വിഷമാണെങ്കിലും മറ്റുള്ളവരൊന്നും അതൊന്നും വിഷമൊന്നും അല്ല. അത് അതിൻ്റെ ശരീരത്തിന് ആ രാസവസ്തു എന്തെങ്കിലും ദോഷം ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് വിഷമായി മാറുന്നത്. ഔഷധികൾ ഈ സർക്കോടൻ്റെ വിഷശക്തി നശിപ്പിക്കട്ടെ. ഔഷധികൾക്ക് ഇതിനെയെല്ലാം നശിപ്പിക്കാൻ അങ്ങനെ മനുഷ്യരുടെ കാര്യത്തിൽ വരുമ്പോൾ അത് വിഷമായി മാറും. അത് വിഷമാണ്. മറ്റുള്ള ജീവികൾക്ക് അത് വിഷമാകണമെന്നില്ല.
മനുഷ്യരിൽ അത് വിഷമാണെങ്കിൽ അത് ഔഷധികൾ വെച്ച് തന്നെ ചികിത്സിക്കണം. വാലിൽ മാത്രം വിഷമുള്ള തേൾ എന്നിട്ട് പറയാണ്, തേളിൻ്റെ വാലിന് മാത്രമേ വിഷമുള്ളൂ, പക്ഷേ വാല് കൊണ്ടും മുഖം കൊണ്ടും ശത്രുവിനെ പ്രഹരിക്കുന്നു. പക്ഷെ തേളെന്ത് ചെയ്യും? വാലുകൊണ്ട് മാത്രം കുത്തുകയല്ല അതിന് മറ്റേ ഒരു ഞണ്ടിൻ്റെ ഇതുമാതിരി ഉള്ളിലുണ്ടല്ലോ, അത് വെച്ച് കടിക്കും, മുഖം കൊണ്ട് കടിക്കുകയും ചെയ്യും. അത് എല്ലാ ഭാഗവും കൊണ്ട് കടിക്കാൻ തുടങ്ങും. വിഷം മാത്രമല്ല ഉപയോഗിക്കുക, ഇതും ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പലതരം വിഷജീവികളെ പറ്റിയുള്ളൊരു പരാമർശം അത് കുറച്ച് ഭംഗ്യന്തരേണെല്ലാം വ്യാഖ്യാനിച്ച് പോയിട്ടുണ്ട്. തേളിൻ്റെ വിഷത്തിനൊന്നും വലിയ ഗുണമോ ദോഷമൊന്നുമില്ല, അത് കടിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ വേദനയേ ഉണ്ടാവുള്ളൂ. എൻ്റെ ശരീരം മുഴുവൻ വിഷമായാലും ഒരു കുഴപ്പമില്ല. പക്ഷെ അതുപോലെയല്ല പാമ്പിൻ്റെത്, അത് മരുന്ന് കൊണ്ട് തന്നെ ചികിത്സിക്കണം. ഇങ്ങനെയുള്ള ചികിത്സയായിട്ട് ബന്ധപ്പെട്ട സാധാരണക്കാരന് മനസ്സിലാകുന്ന വരികളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് അഥർവവേദത്തിലെ വരികളുടെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു കൊള്ളണം. ഇതേപോലെയുള്ള വാക്കുകൾ, ഇതേ തരം തന്നെയുള്ള സൂക്തങ്ങളാണ് ഉള്ളത്. അത് പക്ഷേ ചിലപ്പം കെമിസ്ട്രീനെ പറ്റിയായിരിക്കും, ചിലപ്പം ഫിസിക്സിനെ ആയിരിക്കും, ചിലപ്പോൾ റോക്കറ്റ് ഉണ്ടാക്കേണ്ട ഭാഗങ്ങളെ പറ്റിയായിരിക്കും. ടെക്നോളജി, എൻജിനീയറിങ് എല്ലാം അടങ്ങിയ വിഷയങ്ങളാണ്. അതൊന്നും ആർക്കും പഠിക്കാത്തവനൊന്നും നോക്കിയാൽ മനസ്സിലാവില്ല. അവർക്കെല്ലാം എന്തേ പറയാൻ പറ്റുമോ? ഇതെന്തോ ഭീകരമായ സംഗതിയാണ്, അതുകൊണ്ട് ഇതിൽ അതിനൊന്നും വലിയ അർത്ഥങ്ങളൊന്നുമില്ല. അത് മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ അഥർവവേദം പഠിച്ച പണ്ഡിതന്മാരാകുമ്പോൾ അവർ ഭയങ്കര ഭീകരന്മാരായിട്ടാണ്. അവരെ അടുത്തൊന്നും കളിക്കാൻ ചെന്നേക്കരുത്. ചെന്ന് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്ത് കളയും? ആ അഥർവ മന്ത്രം ഉപയോഗിച്ചിട്ട് എന്തെല്ലോ ആക്കിക്കളയും. ഇത് ഈ ഒരു ധാരണ വെച്ചിട്ടാണ് സിനിമക്കാരും ഓരോ സിനിമ അഥർവവേദക്കാരനാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്നാലും ഒരു പ്രത്യേക വേഷം കെട്ടിയിട്ടാണ് ഇറങ്ങുക അഥർവവേദക്കാരനാകുമ്പോൾ. എന്തെല്ലാം തെറ്റിദ്ധാരണകളാണ് നമ്മൾ കൊണ്ടു കിടക്കുന്നതെന്നൊന്ന് ആലോചിച്ചു. നമ്മൾ എന്തെങ്കിലും ഇതുവരെ കണ്ടോ? ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നത്.